ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 53. അങ്ങനെ ഫൈനലി സാംസങ്ങിൻ്റെ ഗാലക്സി S25 എഡ്ജ് എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1,10,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 256 GB 512 GB ആണെങ്കിൽ 1,22,000 രൂപയായിട്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് മോഡൽ കിട്ടത്തില്ല. ബേസ് മോഡലിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് 512 GB കിട്ടുന്നുണ്ട്. S25 സീരീസും ഇത് എക്സാക്റ്റ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇത് 1,10,000 രൂപ പ്രൈസിന് 3900 mAh ബാറ്ററി, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 45 പോലും കൊടുക്കുന്നില്ല. പിന്നീട് 200 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നീട് എന്താണ് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. 5.8 mm തിക്നെസ്സും 163 ഗ്രാം വെയിറ്റും അതൊക്കെയാണ് വരുന്നത്. അങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല. നോർമലി ഇപ്പോൾ S25 പ്ലസും S25 അൾട്രയും അതിൻ്റെ ഒരു ഇടയിൽ വരുന്നൊരു മോഡൽ മാത്രമല്ല മോഡലാണിത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ S25 പ്ലസ് എന്ന് ഇതിൽ കുറവുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കൂടുതലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയില്ല. ചില ഇപ്പോൾ 200 MB ക്യാമറ അങ്ങനെ അത് മാത്രമാണ് അതിനെടുത്ത് പറയാനുള്ളത്. ബാക്കിയൊക്കെ S25 പ്ലസ്സിൽ ടെലിഫോട്ടോ ലെൻസും ബെറ്റർ ബാറ്ററി, ബെറ്റർ ഫാസ്റ്റ് ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം, അതിലെല്ലാം പറയാം കേട്ടോ. ഞാനിപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, അതായത് സ്ലിമ്മസ്റ്റ് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. അല്ലാതെ ഇത് എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുക. പിന്നെ മോട്ടറോളയുടെ മടക്കുന്ന ഫോണായിട്ടുള്ള Razer 16 Ultra എന്ന ഫോണും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് 89,999 രൂപക്കാണ് ആ ഒരു ഫോൺ ഇപ്പം ഓഫർ പ്രൈസ് കിട്ടുന്നത്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൻ്റെ 88 ചിപ്സെറ്റ്, 50 MB ഡുവൽ ക്യാമറ, 50 MB സെൽഫി ക്യാമറ, 6.7 ഇഞ്ചിൻ്റെ മെയിൻ ഡിസ്പ്ലേ, 4 ഇഞ്ചിൻ്റെ കവർ ഡിസ്പ്ലേ ഒക്കെ തന്നെ വരുന്നുണ്ട്. 4700 mAh ബാറ്ററി വരുന്നുണ്ട്. 68 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്ങും 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. 90,000 രൂപക്ക് നിങ്ങളൊരു മോട്ടോറോള ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല, കാര്യമില്ല, അതല്ല ഞാൻ അങ്ങനെ ആ ബ്രാൻഡ് ഫോൺ നിങ്ങൾ അത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ അത്ര ഒരു മൂഡില്ല. നിങ്ങൾ പറഞ്ഞാൽ മാത്രം ചെയ്യാം കേട്ടോ. ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വർഷം വരാൻ വേണ്ടി പോകുന്ന iPhone 17 സീരീസിലെ എൻ്റെ ലൈനപ്പ് എല്ലാം തന്നെ 12 GB റാം വേരിയൻറ്റ് കൊടുക്കുമെന്നാണ് ഇപ്പോഴത്തെ ന്യൂസ് അനുസരിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല എല്ലാ വേരിയൻറ്റും ഉണ്ടാകാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ്. പ്രോ വേരിയൻറ്റിൽ എന്തായാലും ഉണ്ടാകും. ബാക്കിയുള്ള നോൺ പ്രോയിൽ 8 GB തന്നെ ആയിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ന്യൂസ് അങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ 12 GB ഇറ്റ്സ് ബെറ്റർ. അങ്ങനെ അപ്ഗ്രേഡ് അപ്പെങ്കിലൊക്കെ വരുത്തണ്ടേ. ഒരുപാട് നാളെ 8 GB വെച്ചുകൊണ്ട് പ്രോ വേരിയൻറ്റ് നടക്കുന്നത്. അപ്പം 12 GB മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ടൈമായി. പിന്നെ അൽക്കാട്ടിൽ എന്ന ബ്രാൻഡ് പുതിയൊരു ഫോണായിട്ട് വരുന്നതെന്നുള്ളത് ഒരുപാട് നാളായിട്ട് ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ പേജൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ ആ ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം അത്യാവശ്യം ഒരുപാട് ലീക്സ് വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ബോക്സിൻ്റെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. V3 Ultra എന്നാണ് അതിൻ്റെ ഒരു ഫുൾ നെയിം എന്ന് പറയുന്നത്. അതിനൊന്നിച്ച് തന്നെ സ്റ്റൈലസ് ആയിട്ടുള്ള പെണ്ണ് കൂടെ വരുന്നുണ്ട്. അതും അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് ഇതിൻ്റെ ലോഞ്ചോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ബൈ നമ്മൾ വരുന്ന ഓരോരോ ഡീറ്റെയിൽസ് വരുന്ന അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നീട് നത്തിങ് ഫോൺ 3 അടുത്ത് തന്നെ വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. നത്തിങ് തന്നെ ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് 3 എന്ന് പറഞ്ഞിട്ട്. അപ്പം നത്തിങ് ഫോൺ 3 ആണെന്നുള്ളതിനൊരു ഡൗട്ടും ഇല്ല. അത് എപ്പം വരും, എങ്ങനെയാണ്, സ്പെക്ക് എന്താണ് ഒന്നും അറിയത്തില്ല. ഇപ്പം എന്തായാലും അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവർ അന്ന് പറഞ്ഞത് Q3 വരും എന്നുള്ളതാണ്. Q3 എന്ന് പറയുമ്പോൾ ജനുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തൊട്ടാണ് Q3 തുടങ്ങുന്നത്. അപ്പോൾ ജൂലൈ മാസം, ഇത് മെയ് ആയി, ജൂൺ, ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും അവർ അനൗൺസ് ചെയ്താൽ തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഫോൺ ഇറക്കാറ്. അങ്ങനെയാണ്. നത്തിങ് ഹൈപ്പായിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരിപ്പോഴേ അതിൻ്റെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളായിട്ട് റിവീൽ ചെയ്യാൻ ഇപ്പം പതിയെ അവരെന്തായാലും ഈ ഒരു മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ, അടുത്ത മാസം ഫസ്റ്റൊക്കെ ആകുമ്പോൾ അവർ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നത്തിങ് ഫോൺ 3 അടുത്ത് തന്നെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ റിയൽമിയുടെ GT7 സീരീസ് ഈ വരുന്ന 27-ാം തീയതിയാണ് ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് 7000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് ആ ഒരു ഫോണിന് വരുന്നത്. സോ iQOO Neo 10 ഇതേ സെയിം സെറ്റപ്പായിട്ട് തന്നെയാണ് വരുന്നത്.
പ്രൈസ് റേഞ്ചും ഓൾമോസ്റ്റ് സെയിം ആവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. 26-ാം തീയതി ഐക്യു നിയോ 10 ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ സ്പെക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ആ വീഡിയോ കിട്ടുന്നത്. പോക്കോയുടെ F7 വീഡിയോയും ചെയ്യണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത് തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഐക്യൂടെ പുതിയൊരു ഫോൺ അങ്ങ് ചൈനയിൽ വരുന്നുണ്ട്. ഐക്യൂടെ നിയോ 10 Pro Plus എന്ന മോഡലാണ് ഈ വരുന്ന 20-ാം തീയതി ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത്, ഇന്ത്യയിലല്ല കേട്ടോ. ഇപ്പോഴേ പറയാം, ഇന്ത്യയിലല്ല. ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 2K റെസൊല്യൂഷനുള്ളൊരു 144 Hz ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ചിപ്സെറ്റ് വരുന്നുണ്ട്. 7000 mAh ബാറ്ററി, 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 15 MB ഡുവൽ റിയർ ക്യാമറ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ. അങ്ങ് ചൈനയിലാണ്. ഇന്ത്യയിലേക്ക് ഇത് വരുമോ എന്നുള്ളതിന് ഒരു റിപ്പോർട്ടും ഇല്ല കേട്ടോ. വരാനുള്ള ചാൻസേ കുറവാണ്. വന്നാ നല്ലത്, അത്രയേ ഉള്ളൂ. പിന്നെ ഷവോമിയുടെ 16 സീരീസ് സെപ്റ്റംബർ മാസത്തിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite 2 ആണ് ആ ഒരു ഫോൺ വരുന്നത്. 8 Eliteും ആ ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും കേട്ടോ. 8 Elite തന്നെ ഭയങ്കര അധികമുള്ള അപ്ഗ്രേഡാണ് വന്നത്. 8 Elite 2ലേക്ക് വരുമ്പോഴും അത് ഭയങ്കര ലെവലായിരിക്കും. അപ്പം അതും വെച്ചുകൊണ്ട് ഷവോമി 16 ചൈനയിൽ വരുന്നുണ്ട് സെപ്റ്റംബർ മാസം. പിന്നെ ബാറ്ററി ആണെങ്കിൽ 6800 mAh ബാറ്ററി, 100 വാട്ട് ഫാസ്റ്റിനൊക്കെയാണ് ആ ഒരു ഫോൺ വരുന്നത്. അതിനുശേഷം സെപ്റ്റംബർ കഴിഞ്ഞ് അടുത്ത വർഷം മാത്രമേ ഇന്ത്യയിലേക്ക് വരുള്ളൂ. നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം. ഷവോമി സീരീസ് ഷവോമി 15 സീരീസ് തന്നെ വേറെ ലെവലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫോൺസാണ്. അങ്ങനെ അധികം പേര് അത് വാങ്ങുന്നുമില്ല. അതൊരു വേറൊരു കാര്യമാണ്. ഷവോമി എന്ന ബ്രാൻഡ് അത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങാൻ മടി വരുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർ വാങ്ങാത്തത്. ബൈ ഫോണൊക്കെ വേറെ ലെവലാട്ടോ. പിന്നെ സാംസങ്ങിൻ്റെ F56 എന്ന മോഡൽ ഈ ഒരു മാസം വരുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതായത് M56ൻ്റെ സെയിം സാധനമാണ്. ഇതിൻ്റെ സ്പെക്കാണെങ്കിൽ എക്സിനോസിൻ്റെ 1480 ചിപ്സെറ്റ്, 50 MB ഡുവൽ ക്യാമറ, ബാക്ക് ഗ്ലാസ് ആണ്, വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഒരു ഡീസൻറ്റ് ഫോൺ. സാംസങ് എന്ന ബ്രാൻഡ്, സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ നിങ്ങൾ 28,000-30,000 രൂപയ്ക്ക് താഴെ നോക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ വേണ്ടി പറ്റും. ഇത് M56 എന്ന് പറഞ്ഞാൽ ആമസോണിലാണ്, F എന്ന് പറയുമ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ ആണ് വരുന്നത്. അപ്പം ഈ ഒരു മാസം എന്തായാലും ആ ഒരു ഫോൺ പെട്ടെന്നൊരു ലോഞ്ച് ഉണ്ടാകും. അങ്ങനെ വലിയൊരു അനൗൺസ്മെൻറ്റ് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പെട്ടെന്ന് അങ്ങ് ലോഞ്ച് ചെയ്ത് വിടാറാണ്. കാരണം റീബ്രാൻഡ് അല്ല, പേര് മാറ്റി ഇറക്കുന്ന മോഡലല്ലേ. പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകില്ല. ആകപ്പാടെ കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഫോൺ കൂടെ ഈ ഒരു മാസം എന്തായാലും ലോഞ്ച് ചെയ്യും. അപ്പോൾ ഇത്രയും ന്യൂസാണ് കേട്ടോ ഇന്ന് പറയാനുള്ള. ഒരുപാട് ന്യൂസൊന്നുമില്ല, എന്നാലും അത്യാവശ്യം സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.